നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിന്റെയും മൊബൈൽ ഫോൺ പരിശോധന നിർണായകമാകും. കഴിഞ്ഞ ദിവസമാണ് രാവിലെ കേരളം ഈ ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഉണർന്നത്. തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട്, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത്, അല്ലെങ്കിൽ അത്രയും ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് എല്ലാം പോലീസ് തിരയുകയായിരുന്നു. വീടിനകത്തുള്ള ഒരാൾ തന്നെയാണ്, അതായത് സ്വന്തം അമ്മയുടെ സഹോദരൻ തന്നെയാണ് കുഞ്ഞിനോട് ഇത്തരത്തിലൊരു ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഇനി അത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. കുഞ്ഞിന്റെ മാതാപിതാക്കളായ ശ്രീധുവിനെയും ശ്രീജിത്തിനെയും പോലീസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഇന്നലെ ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു. കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് സഹോദരൻ ഹരികുമാർ ശ്രമിച്ചിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തലെന്ന് ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് ഹരികുമാറിന്റെ മൊഴി. ഇന്നലെയാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നതെന്നാണ് റിപ്പോർട്ട്. പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീധുവായിരുന്നു. പിന്നീട് സഹോദരിയോട് വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു. ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീധു ശ്രമിച്ചിരുന്നു. കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നുവെന്നാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം. ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയമുണ്ട്. അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുമെന്ന് പോലീസ് പറയുന്നു. അച്ഛനൊപ്പമായിരുന്നു കുട്ടിയെ ഉറക്കാൻ കിടത്തിയതെന്നായിരുന്നു ശ്രീധുവിന്റെ മൊഴി. എന്നാൽ പിതാവ് ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് ശ്രീധു പറയുന്നതിൽ കഴമ്പില്ലെന്നും പോലീസ് തിരിച്ചറിഞ്ഞു. ഹരികുമാറും ശ്രീധുവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ നീക്കം ചെയ്ത നിലയിലാണ്. അതിൽ നിർണായക വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് നിഗമനം. അവ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുകയാണ്. ചില ചാറ്റുകൾ പോലീസിന് കിട്ടുകയും ചെയ്തു. അത് അന്വേഷണത്തിൽ നിർണായകമായി. കുറ്റം സമ്മതിച്ചെങ്കിലും എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നതിൽ ഹരികുമാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം അതാണ് പറയുന്നത്. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. പിടിയിലായപ്പോൾ സംഭവത്തിൽ പോലീസ് തന്നെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നുവെന്ന മറുപടിയാണ് ഹരികുമാർ നൽകിയത്. തുടർച്ചയായ ചോദ്യം ചെയ്യലാണ് പ്രതി ഒടുവിൽ കുറ്റം സമ്മതിച്ചത്. സംഭവത്തിൽ രാവിലെ മുതൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് കൊലപാതക കാരണം പോലീസ് ഉറപ്പിക്കാത്തത്. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് രാവിലെ തന്നെ കുട്ടിയുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അമ്മയുടെ സഹോദരൻ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പ്രതി സമ്മതിച്ചു. ഹരികുമാറിന് സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവൻ എടുക്കാനുള്ള കാരണമെന്നാണ് സൂചന. ഹരികുമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീധു ചെയ്തു കൊടുക്കാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണം. കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന്റെ പങ്കിന് തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കാനാണ് തീരുമാനം. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ 2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത്. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. ഫയർഫോഴ്സ് ആണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. തുടക്കം മുതൽ തന്നെ കൊലപാതകമാണെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത്. പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകളെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെയും വട്ടം കറക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നായിരുന്നു ഹരികുമാർ പോലീസിനോടുള്ള വെല്ലുവിളി. ശ്രീധു ഹരികുമാർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ച് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഒടുവിലായിരുന്നു കുറ്റസമ്മതം. തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീധു സംശയനിഴലിൽ തന്നെയാണ്.